ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ എൻ്റെ ഒരു സൺഡേ ആണ് കാണിക്കുന്നത്. സൺഡേ മോർണിംഗ് ജസ്റ്റ് നമ്മുടെ പറമ്പിലൊരു പണി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലാണ് വീട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് കുറച്ച് താന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് ലെവലാക്കി എടുക്കണം. ഇതിനകത്ത് നിറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സൈഡ് വോൾ വാർക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ വാനം മാന്താനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തൊട്ട് ഏകദേശം ഉച്ചവരെ ഉണ്ടായിരുന്നു ആ പണി. ഉച്ച കഴിഞ്ഞു അതിൻ്റെ ഒരു വാനം മാന്തി തീർന്നപ്പോൾ. അതിനുശേഷം സൺഡേ ആണ് ഞാൻ കൂടുതലും വണ്ടിയൊക്കെ കഴുകുന്നത്. കാര്യം അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ സമയമില്ല. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് എത്ര കഴുകി വെച്ചാലും ചെളിയൊക്കെ മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, വലിയ വൃത്തിയൊന്നും കാണത്തില്ല. എന്തെങ്കിലും ഞായറാഴ്ച ദിവസം മിക്ക ദിവസങ്ങളിലും തന്നെ വണ്ടിയൊക്കെ ഞാൻ ഒന്ന് കഴുകാറുണ്ട്. അന്നാണല്ലോ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി വെച്ചു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേ ഹെയർസ് ഉണ്ട്. അതായത് എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻസിൽ മാത്രമാണ് ഉള്ളത്. ഉള്ള പോർഷനിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയേ. അവിടെയാണെങ്കിൽ നല്ല വരിക്കച്ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴും തന്നെ നമ്മൾ പ്ലാവിൽ നിന്നൊരു ചക്ക ഇട്ടു. നല്ല ചുവപ്പ് മഞ്ഞയും കൂടെ കൂടിയൊരു കളറാണ്. അങ്ങനെ ചക്കയൊക്കെ വെട്ടി കുറേ നേരം നമ്മൾ പച്ചച്ചക്കയൊക്കെ കഴിച്ച് അവിടെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ചക്ക കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. ഇടുക്കിയിൽ നിന്ന് പോന്നു കഴിഞ്ഞ് ഇവിടെ പൊതുവേ പച്ചച്ചക്കയൊക്കെ കഴിക്കുന്ന കുറവാണ്. ഇവിടെ ചക്ക വെച്ചിട്ട് എന്തോ ഒരു കറി വെക്കും. പിന്നെ പഴുത്ത ചക്കയാണ് കൂടുതലും കഴിക്കുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ പച്ചച്ചക്ക കഴിക്കുന്നത് ഇവിടേക്ക് പൊതുവേ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി നാളുകൂടിയാണ് ഞാനും പച്ചച്ചക്ക കഴിച്ചത്. ഇന്ന് ഒത്തിരി നാളുകൂടി ചക്ക കഴിച്ചപ്പോഴത്തേക്കിനും എനിക്ക് പ്രത്യേക സന്തോഷമായിരുന്നു. കാര്യം നമ്മുടെയൊക്കെ അവിടെ ഇടുക്കിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചക്ക ഇട്ട് അത് വെട്ടി എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചായിരിക്കും നമ്മൾ ചക്കയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ആ ചക്കച്ചകിണിയൊക്കെ കളഞ്ഞ് കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ആ ചക്ക വറുത്ത് കഴിക്കുമ്പോഴത്തേക്കിനും ഈ വർഷം ശരിക്കും അതൊക്കെ മിസ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ നെല്ലിമൂടുള്ള അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസിൻ്റെ ഷോപ്പാണ്. അവിടെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് 2 ഫലൂഡ കഴിച്ചു. അതായത് ബട്ടർ സ്കോച്ചിൻ്റെ ഫലൂഡയായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വലിയൊരു ബുക്ക്ലെറ്റ് നിറച്ചും അവരുടെ മെനു ആണ്. അതിനകത്ത് ബർഗർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. കൂടുതലും വരുന്ന പലതരത്തിലുള്ള ഷേക്സ് ഉണ്ട്. ഫലൂഡ, ഐസ്ക്രീം, പുട്ട് ഐസ്ക്രീം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മൊയ്റ്റോ, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ഫ്രൂട്ട് സലാഡല്ല, ഫലൂഡയായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ 2 ഫലൂഡയായിരുന്നു. 100 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിന് ഇത് നല്ല പ്രോഡക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സർവീസും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം അടുത്ത ദിവസം ഓഫീസിൽ സാരി ഉടുത്തിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയുടെ പ്ലീറ്റ്സൊക്കെ ജസ്റ്റ് നേരത്തെ പിടിച്ച് വെച്ചു. ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് നേരത്തെ പ്ലീറ്റ്സ് പിടിച്ച് വയ്ക്കുവേ. അപ്പോൾ നമുക്ക് രാവിലെ അതിന് വേണ്ടിയിട്ടൊരു ടൈം കളയണ്ടല്ലോ. ഇനി എത്ര സ്മൂത്തായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണെങ്കിൽ ഞാൻ തലേന്നേ ഇത് തലേന്നല്ല, ഞാൻ പറ്റുവാണെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ ഇത് ചെയ്ത് വയ്ക്കും. കാര്യം അത്രയും ടെൻഷൻ ഒഴിവായി കിട്ടുമല്ലോ. ഇതൊക്കെ പിടിച്ച് നേരത്തെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് രാവിലെ ഭയങ്കര തലവേദനയായിരിക്കും ഇത് ഉടുത്തോണ്ട് പോകുക എന്നുള്ളത്. അങ്ങനെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ പിടിച്ച്, എനിക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു സന്തോഷമല്ലേ. എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്കത് കേട്ടോ. 8 മുകളിലേക്ക് പ്ലീറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് നേരത്തെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് ആദ്യമേ ചെയ്ത് നോക്കുന്ന പ്ലീറ്റ്സ് ശരിയായോ എന്നല്ല, എത്ര കിട്ടിയെന്നുള്ളത് നോക്കുക. അപ്പോൾ ചില സാരിയിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും. ചില സാരിയിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സാരീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് പിടിച്ച് എടുക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാനിങ്ങനെ എടുത്തു വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഏകദേശം 11 പ്ലീറ്റ്സ് കിട്ടിയേ. അപ്പോൾ അതൊക്കെ പിടിച്ച് നേരത്തെ തന്നെ പിൻ ചെയ്ത് വെച്ചു. ഇങ്ങനത്തെ സാരീസൊന്നും പൊതുവേ ഞാൻ അയൺ ചെയ്യാറില്ലേ. അതിനുശേഷം നാളെ ഓഫീസിൽ ഹെയർ അയൺ ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ തലേന്നൊന്ന് അയൺ ചെയ്തിട്ട് ബണ്ണിട്ട് വയ്ക്കും. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് ചെയ്യുവേ. ഇത് നമ്മൾ ജയിലിൽ നിന്ന് മേടിച്ച ചപ്പാത്തിയാണ്. അട്ടക്കുളങ്ങര വിമൻസിൻ്റെ ജയിലുണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചാണ്. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഒരു പാക്കറ്റ് ഇത് 10 പീസ് വരുന്ന ഒരു പാക്കറ്റ് ചപ്പാത്തിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ ഫ്രൈയും മേടിച്ചു, ഒരു ചിക്കൻ കറിയും മേടിച്ചു. ശരിക്കും ഈ ചിക്കൻ ഫ്രൈ ഈ പാക്കറ്റിൽ വരുന്നത് ശരിക്കും ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് അതിൽ വരുന്നത്. ഇത് 3ഉം കൂടെ, അതായത് 10 ചപ്പാത്തിയും ഒരു ചിക്കൻ ഫ്രൈയും ഒരു ചിക്കൻ കറിയും ആയിട്ട് ഏകദേശം 110 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പ്രൈസ് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. എന്നൊരുത്തി ടേസ്റ്റിനൊരു കുറവുമില്ല കേട്ടോ. ആ ചിക്കൻ കറിക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ
ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി മേടിച്ച്, ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ പോകണമെന്നില്ല, വഴിയോരത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ജയിലിൽ നിന്ന് കിട്ടിയ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതാണ് ചിക്കൻ കറി. ഇത് കണ്ടോ, ഒരാൾക്കുള്ളത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഞാനത് ഫസ്റ്റ് ടൈം വാങ്ങിച്ചത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഒരാൾക്ക് കഴിക്കാൻ പാകത്തിന്, ചപ്പാത്തി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തി ആയിരുന്നേ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.